ഓ വിറകെടുക്കാൻ പോവാ. വിറക് വെള്ളമില്ലല്ലോ, കുറേ മാസമായില്ലേ വെള്ളം വന്നിട്ട്. എവിടെ? ജാനുവരിയിലോ വെള്ളം വരുമോ? എന്നാ റോസാപ്പൂ എന്നെ ചെയ്യാൻ പറ്റും? റോസാപ്പൂ എന്നെ ചെയ്യാൻ പറ്റും? റോസാപ്പൂവാ? ആ എന്നാ പോട്ടെ. ആ ആ അതേ മേളിൽ കൂടെ വന്ന് കയറി. ഇവിടെ ഇങ്ങോട്ട് മേളിലോട്ട് കയറി ഇങ്ങോട്ട്. ആ പോട്ടെ, കയറിയോ? ഓ ആ ഓക്കെയാ. ഹായ്. അപ്പോൾ ഇന്നത്തെ പരിപാടി, ഇന്ന് പണിമുടക്കൊക്കെയാണ്, അതുകൊണ്ട് ജോലിയൊന്നുമില്ല. ഇന്ന് ഉച്ചവരെ 1-2 സിനിമയൊക്കെ ഉണ്ട്. കിടന്ന് ഉറങ്ങി എണീറ്റ് 3-3:30 ആയപ്പോൾ ഇവിടെ ഈ ഒരു മലയിൽ ഞങ്ങൾ വിറക് പെറുക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പം ഉണക്കൊക്കെ ആയി വരിക, അപ്പം ധാരാളം വിറകൊക്കെ കാണും. അപ്പോൾ അതിനു വേണ്ടി വന്നിരിക്കുകയാണ്. എന്നാ ജുവാനു, എന്നാ പറയാനുള്ളത്? ജുവാനിക്ക് എന്നാ പറയാനുള്ളത്? ആ ആ വെള്ളം എന്തിനെടുത്തേ? വെള്ളം എന്തിനെടുത്തേ? ഇടയ്ക്ക് ദാഹിക്കുമല്ലേ? ആ അമ്മ എന്നാ എടുക്കണേ? വിറക് വെട്ടുമല്ല, പെറുക്കുവാ. പൈനാപ്പിളാ? ആ അതെല്ലാം കാട് പിടിച്ചു പോയി. എവിടെ? ആ നമുക്കങ്ങ് മേളിലോട്ട് പോയല്ലോ. അങ്ങ് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ കുറേ വിറക് കിട്ടും. ആ ഓ അടക്ക് മേലോട്ട്. ഞാനോ ഇനി വന്നേ. മോളിയമ്മയുടെ വീട് കാണിച്ചു തരാം. ബാ, മോളിയമ്മയുടെ വീട് അങ്ങതാണ്. ആ തിരിച്ചിറങ്ങി പോകുമ്പോൾ ആ വഴി പോണോ? അല്ലെങ്കിൽ നമുക്ക് വിറകൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് തിരിച്ചു വന്ന് മോളിയമ്മയുടെ വീട്ടിൽ പോകാം കേട്ടോ. നടക്കാൻ വയ്യേ? അതിനാ അതിനാ മടുത്താ? യുവാനെ നോക്കണല്ലോ ആട്. ആ അത് മുളക്കുളം ആ ഏരിയ തോന്നുന്നു. നമ്മൾ അങ്ങ് പെരുവിക്കൊക്കെ പോവില്ലേ? ആ പോണ വഴിക്കുള്ള ആ മലയൊക്കെയാ. വാ വെള്ളോട്ട് വരും. അതുവഴിയാ? എന്ത് പിന്നെ അറിയില്ലേ? ആ ജുവാനു മേലോട്ട് പോയാൽ വിറക് നോക്കാം. വിറകില്ലെങ്കിൽ നമുക്കുള്ളത് കൊണ്ട് പോവാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറകിലുള്ള ആ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഈ ഒരു മലയിൽ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 10, 20, 25 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അന്നൊക്കെ ഇവിടെ ഒരു വിറകിന് വേണ്ടി, ഒരു കാറ്റ് വരുമ്പോൾ നമ്മൾ വിറകിന് വേണ്ടി ഈ ഒരു സ്ഥലത്ത് ഓടിയെത്തും. വേണ്ട, അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ പുറകിലുള്ള ഒരു മലയുണ്ട്. അപ്പോൾ അവിടെ വിറകൊക്കെ കുറഞ്ഞിട്ട്, വീട്ടിൽ വിറക് കുറഞ്ഞിട്ട് വിറക് പെറുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നതേ ഞങ്ങളുടെ ഒരു 25 വർഷം മുമ്പ്, ഒരു 3-ലും 4-ലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ
അമ്മയുടെ കൂടെയൊക്കെ, അല്ലെങ്കിൽ അമ്മയുടെ നാത്തൂന്മാർ, അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ചേച്ചിമാർ, അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടം ആളുകളുടെ കൂടെ ഈ ഒരു ഏരിയയിലൊക്കെ വന്നിട്ടുള്ളത്. പണ്ട് എങ്ങനെയാണെന്നറിയോ, പണ്ട് ഒരു നല്ല കാറ്റൊക്കെ വീശുമ്പോൾ ഇവിടെ മൊത്തം റബ്ബർ തോട്ടങ്ങളാണല്ലോ, അപ്പോൾ വിറകൊക്കെ ഇങ്ങനെ വീഴും. അപ്പോൾ അതൊക്കെ പെറുക്കാൻ വേണ്ടി നമ്മൾ എല്ലാ വീട്ടിൽ നിന്നും ആളുകൾ, അന്ന് ഈ പറയുന്നത് പോലെ ഗ്യാസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ എല്ലാ വീട്ടിൽ നിന്നും എല്ലാ സ്ത്രീകളും ഈ ഒരു സ്ഥലത്ത് വന്ന് വിറകും കാര്യങ്ങളൊക്കെ പെറുക്കാൻ വേണ്ടി വരും. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങളുടെ ഒരു ചെറിയ കുട്ടി പട്ടാളമായിട്ട് ഒരു 3ലും 4ലും പഠിക്കുന്ന കുട്ടികളുടെ ഒരു കൂട്ടം ഇവിടെ വരും. അപ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ ചില്ലകളൊക്കെ പറിച്ച് ചെറിയ വിറകുകളൊക്കെ ഇങ്ങനെ തലയിൽ ചുമന്നുകൊണ്ട്, അല്ലെങ്കിൽ അതൊക്കെ കൈ പിടിച്ചുകൊണ്ട് ഇതിവിടെ ഓടി നടന്ന്, ഇവിടെ ഓരോ ചെറിയ ചെറിയ പാറ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കയറി ആന കളിക്കുകയും അങ്ങനെയൊക്കെയുള്ള ആ ഒരു രീതിയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് വന്നപ്പോൾ എന്തെന്നില്ലാത്തൊരു ആശ്വാസമുണ്ട്. കാരണം ഇപ്പോൾ ഒരു സമയം 4 മണിയൊക്കെ ആയി. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല കാറ്റും നല്ല അന്തരീക്ഷവും, നമ്മൾ ഈ ഒരു പല സ്ഥലങ്ങളിലൊക്കെ ടൂറിസം ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണുന്ന അതിനേക്കാളും വളരെ മനോഹരമായിട്ടുള്ള അന്തരീക്ഷവും കാര്യങ്ങളും, ആ ഒരു നമുക്കൊരു സംതൃപ്തി കിട്ടുന്ന ഒരു രീതിയിലുള്ള ആ ഒരു എൻവയോൺമെൻറ്റൊക്കെ. അപ്പോൾ ആ ഒരു ഭംഗി പറയാൻ വേണ്ടി എടുത്തൊരു വീഡിയോ കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് വിറകും കൂടെ പെറുക്കിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകും. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആ സ്ഥലം കേട്ടോ. ഞങ്ങളുടെ ഈ ഒരു കുട്ടിക്കാലം വളരെ മനോഹരമാക്കിയ, വളരെ സന്തോഷകരമാക്കിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ സ്ട്രക്ചർ ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും എല്ലാം ഒരേപോലെ. കാരണം മനുഷ്യന്മാർ വന്ന് കൂടി അലങ്കോലമാകാത്ത നമ്മുടെ മലനിരകൾ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് വിറകൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പം വിറകുമായിട്ട് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. ഈ കാണുന്ന പൈനാപ്പിൾ തോട്ടം, അവിടെയൊക്കെ പണ്ട് ഭയങ്കരമായിട്ട് റബ്ബർ തോട്ടമായിരുന്നു. അതൊക്കെ റബ്ബറൊക്കെ വെട്ടി പൈനാപ്പിൾ തോട്ടമാക്കിയേക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് റബ്ബർ പുതിയത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെയൊക്കെ ഭയങ്കര ഇതാണ്. പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഫാമിലി ഉള്ളൂ. നേരത്തെ ഇവിടെ വിറക് പെറുക്കാൻ വരുമ്പോൾ ഉള്ള ആ ഒരു സമയത്ത് ഏകദേശം ഞാൻ നോക്കിയിട്ട് ഒരു 40 പേരെങ്കിലും ഈ ഒരു കാണുന്ന പറമ്പുകളിൽ കാണും. അതുപോലെ ഉള്ള ഏരിയ. അപ്പം എന്തായാലും നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു പനങ്കൈ നിൽക്കുന്നു. പനങ്കൈ അല്ല, പന. അപ്പോൾ ഈ ഒരു പനങ്കൈ നമ്മൾ ചൂണ്ട കെട്ടിയാണ് നമ്മൾ മീൻ പിടിക്കാറ് പണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ കുറേ ഓടി നടക്കും. ഇതിപ്പോൾ കയ്യെത്താൻ ദൂരത്ത് കിടക്കണം. പണ്ടൊക്കെ ഏതെങ്കിലും വലിയ പനയുടെ മേളിലായിരുന്നു. അതൊക്കെ നമ്മൾ ഭയങ്കര സാഹസികമായിട്ടാണ് ചൂണ്ട കെട്ടാൻ വേണ്ടി എടുത്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ഒറ്റയ്ക്കൊരു ചെത്തി നിൽക്കുന്നു. ഓ മൈ ഗോഡ്, കണ്ടില്ലേ? ഇതെങ്ങനെ ഇവിടെ ഒറ്റയ്ക്കൊരു ചെത്തി വന്നൊന്നും ഒരു പിടുത്തമില്ല. അങ്ങനെ നമ്മൾ കുറച്ച് വിറകൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇത് മൊത്തം എങ്ങനെയാണ് ജോജി കൊണ്ടുപോണേ? വള്ളിയാ? ആ. അപ്പോൾ നമ്മുടെ കാട്ടുവള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാട്ടുവള്ളി വെച്ച് നമ്മൾ കെട്ടിക്കൊണ്ട് വേണം പോകാൻ. കയറൊന്നും എടുത്തില്ല. പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ, വാഴവള്ളിയും കാട്ടുവള്ളിയൊക്കെ എടുത്താണല്ലോ കെട്ടിക്കൊണ്ടിരുന്നത്. എന്തോ പൈനാപ്പിളോ? പൈനാപ്പിൾ ആയില്ലല്ലോ. ഉണ്ടായില്ല? ഇല്ലെന്നാ? ചെന്ന് നോക്കിക്കേ, ചെന്ന് നോക്ക്. എവിടെ കുഴിച്ചോ? ആ ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ച് 2-3 മാസം കഴിയണം അതുണ്ടാവണമെങ്കിൽ. അപ്പോൾ അച്ഛേ കടയിൽ നിന്ന് മേടിച്ചു തരാം കേട്ടോ. ശരി എന്നാ ജുവാനത് ഈ ചെറിയ കമ്പൊക്കെ എടുത്തോ, പോയേക്കാം. അമ്മ കെട്ടി തരും, ചെറിയ കമ്പ് കെട്ടി തരും. എന്നിട്ട് അത് ഇങ്ങനെ തോളെ ചുമ്മിക്കൊണ്ട് പോവാം. വാ, കുറച്ച് മതി. നമ്മളിപ്പോൾ പട്ടയിലൊക്കെ പറഞ്ഞിട്ടേ ഇവിടെ കുറച്ച് കാന്താരി നിൽപ്പുണ്ട്, കാന്താരി മുളക്. അപ്പോൾ ഈ ഒരു
മുളക് നമുക്ക് ഇന്ന് രാവിലെ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്, അതിന് അരച്ച് ചേർക്കാൻ ഉപയോഗിക്കാം. പിന്നെ നമുക്കൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും കുറച്ച് പറിച്ചുകൊണ്ട് പോവാം. നീ കുറച്ചു പച്ചമുളക് ഞാൻ പറിച്ചോളാം. അമ്മ ഇത് താലക്കള്ളേ സന്ധ്യയാകുമ്പോ നമ്മൾ ഇവര് ഇരിക്കുമ്പോ അച്ഛാ സന്ധ്യയാവും. അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പറിച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം പഴുത്തായതുകൊണ്ട് നമുക്കൊരു പച്ചയൊക്കെ ആണെങ്കിൽ കുറച്ച് കൊള്ളായിരുന്നു. ഇത് മൊത്തം പഴുത്തു പോയി. എന്തായാലും നമുക്ക് ഇത് വെച്ച് കുറച്ച് ചക്കയിൽ ചേർക്കാം. പിന്നെ ചമ്മന്തിയും മീനും കറിയും ഇല്ല. നമുക്കിത് കുറച്ച് ചക്ക പുഴുക്കിൽ നമുക്ക് ചേർക്കാം. കുറച്ച് നമുക്ക് ഇത് ഒരു ഇച്ചിരി ചമ്മന്തി അരയ്ക്കാം. പോരെ? ഓ ഉപ്പ്. ഓക്കെ. എങ്ങനെയുണ്ട്? ഇതിന്റെ ചാറ വെച്ചാൽ മതിയോ? കഴിക്കണം മുളക് വെച്ചിട്ട് ചോറ്. ഓക്കെ. അപ്പോൾ ഉച്ചയ്ക്ക് പോയി വിറകൊക്കെ പെറുക്കിയിട്ടേ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് കാന്താരിയൊക്കെ പറിച്ചു. രാവിലെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്ക ഞങ്ങൾ പുഴുങ്ങി. അപ്പോൾ ഇനി ആ ഒരു ചക്ക പുഴുങ്ങിയിട്ട് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ ഇതാ ചക്ക ഇവിടെ നിന്ന് എടുത്ത് കുറച്ച്, പിന്നെ കുറച്ച് ചോറ്, പിന്നെ ഇതാ നമ്മൾ മലയിൽ നിന്ന് പറിച്ച കാന്താരി, എല്ലാം പഴുത്ത കാന്താരി ആയതുകൊണ്ട് ഇതാ നല്ല ചുമന്നിരിക്കണ കാന്താരി. പിന്നെ അയിലക്കറി, ഇന്നലെ വെച്ച അയിലക്കറി. ഒരു കഷ്ണം വെച്ചേക്കാം. പിന്നെ ഇതാ ഇന്നലെ വെച്ച കുറച്ച് കക്കയിറച്ചി ഒലത്തിയതുണ്ട്, അതും കുറച്ച് ഒരു സൈഡിൽ. പിന്നെ മെയിനായിട്ടൊരു സംഭവമുണ്ട്, ഇതാ കാപ്പി, കട്ടൻ കാപ്പി. നമ്മുടെ പണ്ട് മുതലേ നമ്മൾ കപ്പ പുഴുങ്ങുക അല്ലെങ്കിൽ ചക്ക പുഴുങ്ങുക, അതിൻ്റെ കൂടെ കട്ടൻ കാപ്പിയോ കട്ടൻ ചായ കുടിക്കുന്നത് ഭയങ്കര രുചിയുള്ള കാര്യമാണ്. അപ്പോൾ എന്താ ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച കാപ്പിപ്പൊടിയല്ല കേട്ടോ, ഇത് നമ്മൾ റാന്നി ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാപ്പിപ്പൊടിയാണ്. അവിടെ തന്നെ കാപ്പി പൊടിച്ച്, അപ്പോൾ ആ ഒരു അതുകൊണ്ടുണ്ടാക്കിയൊരു കാപ്പിയാണ്. അപ്പോൾ ഞങ്ങളൊന്ന് കഴിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇതുവരെ ഉള്ളൂ, നമുക്ക് പിന്നീട് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഒരു ബൈ പറഞ്ഞേ ജുവാനും. ബൈ. ബൈ.